നമസ്കാരം. അമേരിക്കയിൽ H-1B വിസ അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം വിസ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളുമൊക്കെ കഴിവുള്ള പ്രൊഫഷണലുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കിടയിൽ അമേരിക്കൻ കുടിയേറ്റ മാർഗത്തെക്കുറിച്ച് ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. സാധാരണ തൊഴിലധിഷ്ഠിത വിസകളുടെ പ്രതിസന്ധി മറികടക്കാൻ, അതായത് H-1B വിസയുടെ പ്രതിസന്ധി മറികടക്കാനായിട്ട് അമേരിക്കയിൽ സ്ഥിരതാമസം, പെർമനന്റ് റെസിഡന്റ് കാർഡ് അഥവാ ഗ്രീൻ കാർഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇപ്പോൾ പലരും ശ്രമിക്കുകയാണ്. EB-1A അഥവാ EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവർ എന്നീ ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. H-1B വിസയുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഗ്രീൻ കാർഡിലേക്ക് പലരും മാറി ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞ രണ്ട് ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിലും ഇന്ത്യക്കാർക്ക് താല്പര്യം വർദ്ധിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഗ്രീൻ കാർഡ് എന്ന് സൂചിപ്പിച്ചോട്ടെ. ഇതിന് ഔദ്യോഗികമായി പറയുന്ന പേര് പെർമനന്റ് റെസിഡന്റ് കാർഡ് എന്നാണ്. ഇതൊരു വ്യക്തി US-ൽ സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്നതാണ്. ഈ കാർഡ് ഉടമയ്ക്ക് US-ൽ ഇഷ്ടമുള്ളിടത്ത് ജീവിക്കാനും ഏത് തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനും ഒക്കെ അനുമതിയുണ്ട്. കുടുംബം, ജോലി അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ നിക്ഷേപം തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. ഗ്രീൻ കാർഡ് കിട്ടുന്നു എന്ന് വെച്ചാൽ പൗരനാകണം എന്നില്ല. പൗരത്വമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. ഗ്രീൻ കാർഡ് US-ൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിയാണ്. അതേസമയം പൗരത്വം എന്നത് ഒരു രാജ്യത്തിലെ പൗരൻ എന്ന നിലയിലെ പൂർണ്ണ പദവിയാണ്. കണക്കുകൾ പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന് 7338 EB അപേക്ഷകൾ ലഭിച്ചു. അതായത് ചുരുക്കത്തിൽ കഴിഞ്ഞ പാദത്തെക്കാൾ 56% വർധനമാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് ഗ്രീൻ കാർഡുകളെ കുറിച്ച്, EB-1Aയും EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവർ ഗ്രീൻ കാർഡുകളെ കുറിച്ച് ഒന്ന് പറയാം. അതായത് അസാധാരണ കഴിവുള്ളവർക്ക് US-ൽ സ്ഥിരതാമസത്തിന് വഴിയൊരുക്കുന്ന ഗ്രീൻ കാർഡ് വിഭാഗമാണ് EB-1A. എംപ്ലോയ്മെന്റ് ബേസ്ഡ് ആണിത്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, വിദ്യാഭ്യാസം, ബിസിനസ്, കായികം തുടങ്ങിയ മേഖലകളിൽ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ EB-1A വിഭാഗത്തിലേക്ക് സ്വന്തമായി തന്നെ അപേക്ഷിക്കാം. നല്ല പ്രസിദ്ധീകരണങ്ങൾ, പേറ്റന്റുകൾ, വലിയ പ്രോജക്റ്റുകൾ, അവാർഡുകൾ, നേതൃത്വപരമായ സ്ഥാനങ്ങൾ, മാധ്യമ ശ്രദ്ധ എന്നിവ ഉള്ളവർക്ക് ഇത് വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയെ കുറിച്ച് പറയാം, EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവറിനെ കുറിച്ച്. സാധാരണ EB-2 വിസയ്ക്ക് തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പും ലേബർ സർട്ടിഫിക്കേഷനും ഒക്കെ ആവശ്യമാണ്. എന്നാൽ EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവറിൽ അമേരിക്കയുടെ ദേശീയ താല്പര്യത്തിന് ഗുണകരമാകുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് ഈ നിബന്ധനകളിൽ ഇളവ് ലഭിക്കും. ഇതിന് 3 കാര്യങ്ങൾ നിങ്ങൾ തെളിയിക്കണം. ചെയ്യുന്ന ജോലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിവുള്ളവരായിരിക്കണം. ഇനി മൂന്നാമത്തേത്, കൂടാതെ തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പ് ഒഴിവാക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമായിരിക്കണമെന്ന് തോന്നണം. ഗവേഷകർ, ഡോക്ടർമാര്, സയന്റിസ്റ്റുകൾ എന്നിവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. പൊതുവെ US വിസ അപേക്ഷകരിൽ വലിയൊരു വിഭാഗവും ഇന്ത്യക്കാരാണ്. ഒന്ന് എടുത്തു പറഞ്ഞാൽ EB-1A അപേക്ഷകരിലും അധികവും ഇന്ത്യക്കാർ തന്നെയാണുള്ളത്. EB-1A, EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ ഇപ്പോൾ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് H-1B വിസയുടെ ഫീസ് ഡൊണാൾഡ് ട്രംപ് കുത്തനെ കൂട്ടിയതിന് ശേഷം 2023 റിപ്പോർട്ട് പ്രകാരം 53,879 ഇന്ത്യൻ പൗരന്മാർ EB-1A വിഭാഗത്തിലുള്ള ഗ്രീൻ കാർഡിനായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. US ഒരു വർഷം ആകെ അനുവദിക്കുന്നത് 1,40,000 തൊഴിൽ അധിഷ്ഠിത അഥവാ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡുകളാണ്. ഈ ഗ്രീൻ കാർഡുകളിൽ 7% മാത്രമാണ് ഒരു രാജ്യത്തിന് ലഭിക്കുക. അതിനാൽ ഇന്ത്യക്കാരുടെ കാത്തിരിപ്പ് നീണ്ടേക്കാം. എന്തായാലും അമേരിക്കയിൽ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ നിയമങ്ങൾ കടക്കുകയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിൽ വന്ന ശേഷം കുടിയേറ്റ നിയമങ്ങളെല്ലാം കടുപ്പിച്ച് ട്രംപ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങളും അമേരിക്കയ്ക്ക് ഗുണകരമാകുമെന്ന രീതിയിലാണ് അദ്ദേഹം അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ ശരിക്കും ഇത് അമേരിക്കയ്ക്ക് ഗുണത്തേക്കാൾ കൂടുതലേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷം രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. അമേരിക്കയിലെ പല സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്നു. ഇത് അമേരിക്കക്കാർക്ക് വൻ തിരിച്ചടിയായിരുന്നു. ഇതിനു പുറമെ നഴ്സിംഗ് എന്നുള്ളത് പ്രൊഫഷണൽ ഡിഗ്രിയിൽ നിന്ന് എടുത്തു മാറ്റി. ഇതിനുശേഷം നഴ്സിംഗ് പ്രൊഫഷണൽ ഡിഗ്രിയിൽ നിന്ന് അദ്ദേഹം എടുത്തു മാറ്റി. അതൊരു സാധാരണ കോഴ്സ് എന്ന രീതിയിലേക്ക് മാറി. നേരത്തെ തന്നെ അമേരിക്കയിൽ നഴ്സുമാരുടെ കുറവ് ധാരാളമുണ്ട്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വരുമ്പോൾ അതും അമേരിക്കയ്ക്ക് തന്നെയാണ് ദോഷകരമായിട്ട് മാറുന്നത്. എന്തായാലും പുതിയ മാറ്റങ്ങൾ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയ്ക്ക് ബദൽ മാർഗങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർ ചിന്തിച്ചേ മതിയാകും. അമേരിക്ക എന്ന രാജ്യത്തിന് ബദൽ മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിദേശ പണം ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അപ്പൊ അമേരിക്ക എന്ന രാജ്യത്തിന് പകരം മറ്റു രാജ്യങ്ങളോ മറ്റു മാർഗങ്ങളോ കണ്ടെത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഭാവിയിൽ നേരിട്ടേക്കാം.